ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഓർഗനൈസിങ് ഐഡിയാസിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കബോർഡിൽ എങ്ങനെ കറക്റ്റായിട്ട് പില്ലോസും പില്ലോ കവറൊക്കെ ഓർഗനൈസ് ചെയ്ത് സ്പേസ് സേവ് ചെയ്യുന്ന വിധത്തിൽ വെക്കാമെന്ന് നോക്കാം. സ്പേസ് മാത്രമല്ല, ടൈമും സേവ് ചെയ്യാം. ഇപ്പോൾ പല ആൾക്കാരും പില്ലോ കവർ ഒരു സ്ഥലത്തും നമ്മുടെ ബെഡ്ഷീറ്റ് വേറൊരു സ്ഥലത്തൊക്കെ വെച്ചിട്ട് പിന്നീട് ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരു പരിപാടി പല ആൾക്കാർക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള രണ്ട് ഐഡിയാസാണ്. പിന്നെ നമ്മൾ ഇതേമാതിരി ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് നന്നായി മടക്കിയിട്ടുണ്ട്. ക്ലീനായി മടക്കുക. അതുപോലെ തന്നെ പില്ലോ കവറും മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ ചെറുതായി മടക്കിയ ബെഡ്ഷീറ്റിലേക്ക് 2 പില്ലോ കവറിനെ എടുക്കുക. എന്നിട്ട് അതിനെ ഉള്ളിൽ വെച്ച് ഇതുപോലെ അങ്ങോട്ട് മടക്കുക. അപ്പം നമുക്ക് ഈ പില്ലോ കവറും അന്വേഷിച്ച് നടക്കുക വേണ്ട. ഇതങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ കബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ഐഡിയ. ഇനി അടുത്ത ഐഡിയയും കൂടി നോക്കാം. അതിനായിട്ട് നമ്മളിതാ മടക്കി വെച്ച ബെഡ്ഷീറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ള ഒരു പില്ലോ കവർ എടുത്ത് വേറൊരു പില്ലോ കവർ, നമ്മുടെ 2 പില്ലോ കവറിൽ ഒരു പില്ലോ കവർ ഉണ്ടല്ലോ, ആ പില്ലോ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ബെഡ്ഷീറ്റിനെയും പില്ലോ കവറിനെയും അതിൻ്റെ ഉള്ളിലിടുക ആദ്യം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ബെഡ്ഷീറ്റ് എവിടെ പില്ലോ കവർ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട. വളരെ ഈസി ആയിട്ട് നമ്മുടെ കബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാനത് ആ പില്ലോ കവറിനെയും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിന് പകരം ആ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ആ പില്ലോ കവർ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിനെ ആ ബെഡ്ഷീറ്റിൻ്റെ അതേ സൈസിലാക്കിയതിന് ശേഷം നമ്മുടെ പില്ലോ കവറിനെ കറക്റ്റായി മടക്കുക. എപ്പോഴും വലിച്ചു വാരിയിടുന്നതിനേക്കാൾ നല്ലത് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴാണ്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കബോർഡൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ബൈ.